പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി CPM നേതാക്കൾ. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം അശോകനുമാണ് ഇന്നലെ വീട്ടിലേക്ക് എത്തിയത്. ഇതിനിടെ പ്രതികളുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് MP ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചു. അങ്ങനെ ആവർത്തിക്കുന്നതിനിടെയാണ് നേതാക്കൾ ഈ വീടുകളിലേക്ക് എത്തുന്നതും അനുശോചനം അറിയിക്കുന്നതും. ആദ്യം റിപ്പോർട്ട് കണ്ട ശേഷം അതിഥികളിലേക്ക്. ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട്ടിൽ ഇന്നലെയാണ് CPM നേതാക്കൾ എത്തിയത്. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം അശോകനും വീട്ടിൽ സന്ദർശനം നടത്തി. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നാണ് CPM നേതാക്കൾ ആവർത്തിക്കുന്നത്. പ്രതികൾ CPM പ്രവർത്തകരെ ആക്രമിച്ചവരെന്ന് പാനൂർ ഏരിയ കമ്മിറ്റി വിശദീകരിക്കുമ്പോഴാണ് അതേ ഘടകത്തിലെ അംഗങ്ങൾ വീട്ടിലെത്തിയത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് നേരത്തെ തന്നെ പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ പാർട്ടി എന്ന നിലയിൽ ആ സംസ്കാര ചടങ്ങിലോ അതുപോലെ തന്നെ ബോഡി ഏറ്റുവാങ്ങുന്നതിലോ മറ്റു പ്രവർത്തനങ്ങളിലോ ഒന്നും പങ്കെടുത്തിട്ടില്ല. പാർട്ടിക്ക് പങ്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇന്നും ആവർത്തിച്ചു. അറിയില്ല, അറിയില്ല പറഞ്ഞില്ലേ. അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ. യാതൊരു ബന്ധമില്ല, പാർട്ടിക്ക് യാതൊരു ബന്ധം. ക്രിമിനൽ സംഘങ്ങളുമായാണ് CPM നേതാക്കൾക്ക് ബന്ധമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രതികൾക്ക് പാർട്ടി ബന്ധമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും അറസ്റ്റിലായവരെല്ലാം CPM പ്രവർത്തകരാണ്. ആദ്യം തള്ളിപ്പറയുക, പിന്നീട് പ്രതികളെ ചേർത്ത് പിടിക്കുക. നേതാക്കൾ തള്ളിപ്പറയുമ്പോഴും പ്രതികൾക്ക് ലഭിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ മാർട്ടിൻ ജോർജ് DCC പ്രസിഡന്റ്, ഒപ്പം ഇടതു സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസും തത്സമയം ചേരുന്നുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, CPM അടിക്കടി തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി, പ്രാദേശിക നേതാക്കൾ, ജില്ലാ സെക്രട്ടറി എല്ലാവരും ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിലെ കൊല്ലപ്പെട്ടവരും പ്രതികളും കസ്റ്റഡിയിലുള്ളവരും ഇനി ഇരിക്കുന്ന ആളുകളുമൊക്കെ തന്നെ CPM പ്രവർത്തകരല്ല എന്ന് ഏകസ്വരത്തിൽ പറയുമ്പോഴാണ് ഇന്നിപ്പോൾ അവിടേക്ക് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ, കാരണം ഒരാൾ ഏരിയ കമ്മിറ്റി അംഗമാണ്, ഒരാൾ ലോക്കൽ കമ്മിറ്റിയിലെ നേതാവാണ്, ഈ രണ്ടുപേരും അവിടേക്ക് അനുശോചനം അറിയിക്കാൻ ഈ ഷെറിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് എന്തുകൊണ്ടാണ് അതിലെ ഒരു ദുഷ്ടലാക്ക് കോൺഗ്രസ് പാർട്ടി UDF കാണുന്നത്? ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പറയുന്നു? പാർട്ടി അങ്ങനെയെങ്കിൽ ഈ പ്രതികളെല്ലാം സംരക്ഷിക്കുന്നു ഒരു വശത്തുകൂടി എന്നാണോ നിങ്ങളുടെ നിലപാട്? അതെന്തുകൊണ്ടാണ്? CPM എക്കാലവും ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ്. ഏത് കൊലപാതകം നടക്കുമ്പോഴും അവർ പറയാറ് ഞങ്ങളതിലെ പ്രതികളല്ല, ഞങ്ങളല്ല ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇവിടെ നടന്ന ഈ ബോംബ് സ്ഫോടനം, ആ ബോംബ് സ്ഫോടനത്തിൽ കൃത്യമായി പ്രതികളെല്ലാവരും തന്നെ 14-12ഓളം പ്രതികളുണ്ട്. ആ 12ഓളം ആൾക്കാർ ചേർന്നാണ് ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ നേതാക്കന്മാരും പ്രവർത്തകരും തന്നെയാണ്. അവരുടെ ബന്ധം, അവരൊക്കെ തന്നെ DYFIയിൽ ഭാരവാഹിത്വമുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് കൃത്യമായി കഴിഞ്ഞ TP ചന്ദ്രൻ്റെ വധക്കേസിലെ പ്രതികളുമായി ശിക്ഷിക്കപ്പെട്ടവരുമായി ബന്ധമുള്ളവരാണ് അവർ. അവർക്ക് കൃത്യമായി ഐഡൻറ്റിറ്റി ഉണ്ട്, CPM ഐഡൻറ്റിറ്റി ഉള്ളവർ തന്നെയാണ്. ഇവരെപ്പോഴും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇതേ നിലപാട് തന്നെയാണ്. 2015 ആ പ്രദേശത്ത് തന്നെ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 പേര് ബോംബ് പൊട്ടി മരിച്ചിട്ടുണ്ട്. 2 CPMക്കാർ, ഷൈനു സുബീഷ് ഉൾപ്പെടെ 2 പേരോടെ മരിച്ചിട്ടുണ്ട്. ആ 2 പേര് മരിച്ചപ്പോഴും, ബോംബ് നിർമ്മാണത്തിനിടയിൽ മരിച്ചപ്പോഴും CPM നേതൃത്വം ആദ്യം പറഞ്ഞത് ഞങ്ങൾ അല്ല, ഞങ്ങളുടെ പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. അവരത് കൈയൊഴിഞ്ഞ് കഴിഞ്ഞ് 2016 അവർക്ക് രക്തസാക്ഷി മണ്ഡപം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഈ ബോംബ് പൊട്ടി മരിച്ചവർ രക്തസാക്ഷികളുടെ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. ഇതെല്ലായിടത്തും ചെയ്യുന്നത് തന്നെയല്ലേ. ഇവിടെ കൃത്യമായി 2 തവണ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട് എന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ പ്രതികളെ പിടിച്ച് റെയ്ഡ് നടത്തി കൊണ്ടുവന്നപ്പോൾ അവർ കാണിച്ചു കൊടുത്തല്ലോ ബോംബുകൾ. എവിടെയൊക്കെ ബോംബുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഭയാശങ്കയോടുകൂടിയാണ് നമ്മുടെ നാട് നിൽക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര പരസ്യമായിട്ട് CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന സെക്രട്ടറിക്കും മറ്റ് നേതാക്കൾക്കുമൊക്കെ അവരുടെ പാർട്ടി അംഗങ്ങളല്ല, അവരുടെ പാർട്ടിയുമായി ബന്ധമില്ല, പാർട്ടി നേതാക്കന്മാരെ ആക്രമിച്ച കേസിലടക്കം ഇവരൊക്കെ പ്രതികളാണ് എന്ന് നെഞ്ചു നിവർത്തി പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവര് അങ്ങനെ പറയും.
ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ. അവരിപ്പോൾ നമ്മളെ ശരത്ലാലിനെയും കൃപേഷിനെയും കൊല ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ഞങ്ങളല്ല എന്ന് എത്ര തവണ ആണിയിട്ട് പറഞ്ഞു. പക്ഷേ ആ പ്രതികൾ CPM നേതാക്കന്മാരാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എത്ര തവണ പറഞ്ഞു. TP ചന്ദ്രൻ്റെ കേസിലും അത് തന്നെയല്ലേ പറയുന്നത്, ഞങ്ങളല്ല കൊല ചെയ്തത് എന്ന് CPM പറഞ്ഞിട്ടില്ലേ. പ്രതികൾ ആരാണ്? ഉന്നതരായ നേതാക്കന്മാരാണ് പ്രതികളായിട്ടുള്ളത്. എല്ലാ കേസുകളിലും CPM എടുക്കുന്ന ഒരു സമീപനം ഇതുതന്നെയാണ്. അതാണ് എന്നിട്ട് അവരെ സംരക്ഷിക്കും. എത്ര ലക്ഷങ്ങൾ മുടക്കിയാണ് ഞങ്ങളുടെ മെമ്പർമാരല്ല പാർട്ടിക്കാരല്ല എന്ന് പറയുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി കോടികളാണ് മുടക്കുന്നത്. എത്ര രൂപ മുടക്കിയാണ് അവരെ CBI അന്വേഷണം ഇല്ലാതിരുത്താൻ വേണ്ടി എത്ര പൈസ മുടക്കി ഗവൺമെൻറ് ഖജനാവിൽ നിന്ന്? ഇതാണ് CPM കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സംഭവം CPM ചെയ്തതാണെന്ന് പറയൂ? ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് സംഭവം വരുമ്പോഴും CPM അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഭയാശങ്കരാക്കുന്നത്. ഈ സംഭവത്തിൽ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. 2 തവണയായി ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ റിപ്പോർട്ട് പരിശോധിക്കാൻ അതനുസരിച്ച് നിലപാട് സ്വീകരിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ അറിയില്ല എന്നാണ്. എന്തൊരു പരിഹാസം. അപ്പോൾ ഇത് CPM സ്ഥിരമായി അനുവർത്തിച്ചു കൊണ്ടുവരുന്ന നിലപാടാണ്. അത് CPM മാറ്റണം. CPM അത് മാറ്റുകയും നമ്മുടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കണം. സമയത്ത് താങ്കളിലേക്ക് എത്താം. ശ്രീ റെജി ലൂക്കോസ്, പാർട്ടി കുലംകുത്തി എന്ന് വിളിച്ച, ഞങ്ങളുടെ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ഷെറിന്റെ വീട്ടിലേക്ക് എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ട 2 നേതാക്കൾ ഇന്ന് പോയത്? അതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ് CPM? അല്ല, അത് വളരെ വ്യക്തമായിട്ട് തന്നെ പാനൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അത് വളരെ വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താ, അവരവക്കപരമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ച് അവർ കുറച്ചുകൂടെ ആലോചിക്കേണ്ടതായിരുന്നു, അങ്ങനെ പോകാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാടും. അവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറും ലോക്കൽ കമ്മിറ്റി മെമ്പറും ഈ മരണശേഷം മരണാനന്തര ക്രിയകളെല്ലാം നടന്നതിന് ശേഷം ആ വീട് സന്ദർശിച്ചു. സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, മലബാർ ഏരിയയിൽ ഏതെല്ലാം രീതിയിലുള്ള മരണങ്ങളോ കൊലപാതകങ്ങളോ ഉണ്ടായാലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സൗഹാർദ്ദത്തോടുകൂടി ജനങ്ങൾ സഹകരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കണ്ണൂർ, പ്രത്യേകിച്ച് ഈ കൂത്തുപറമ്പ്, പാനൂർ, തലശ്ശേരി പോലുള്ള മേഖലകളിൽ. പക്ഷെ എങ്കിലും അവരുടെ നടപടികൾ തെറ്റായിരുന്നു, അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. തന്നെയുമല്ല, അതായത് നേതൃത്വത്തിന് അവമതിപ്പുണ്ടാകുന്ന ഒരു സമയമാണെന്ന് അറിഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട 2 നേതാക്കൾ വൈകാരികമായി ഈ ഷെറിനെ തള്ളിക്കളയാൻ കഴിയില്ല, അത്രത്തോളം ബന്ധമുണ്ട് എന്ന് മനസ്സുകൊണ്ടൊക്കെ ഉള്ള അടുപ്പം, അത് ഈ ഘട്ടത്തിൽ അത് മറ്റെന്ത് തെറ്റായ സന്ദേശം നൽകിയാൽ പോലും പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം നമ്മൾ? അല്ല, അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ഷമയോട് ഒരു മിനിറ്റ് എനിക്ക് താ. അതായത് ഈ 2 പേരും അവിടെ സന്ദർശനത്തിന്റെ സാഹചര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. മാനുഷിക പരിഗണനയിൽ അവിടെ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ പോയത് മാത്രമാണ്. പക്ഷെ അവർ ചെയ്ത് തെറ്റാണ്. അവരെ തള്ളി പറഞ്ഞു കഴിഞ്ഞു പാർട്ടി. തന്നെയുമല്ല, പാർട്ടിയുമായിട്ട് വിദൂര ബന്ധം പോലും ഇല്ലാത്തവരാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ, ഈ മരിച്ച ഷെറീർ എന്ന് പറയുന്ന ആളുകൾ. ഈ ഷെറീറിന്റെ നേതൃത്വത്തിൽ തന്നെ പാർട്ടിയുടെ ഓഫീസ് തന്നെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇവരിൽ 6 പേര്. അപ്പൊ പിന്നെ അവരെങ്ങനെയാ ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത്? തന്നെയുമല്ല, ഇതിനകത്ത് വേറൊരു ഗൂഢാലോചനയോട് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അത് പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഇവിടെ ഇപ്പൊ വടകരയിലും കണ്ണൂരും സുധാകരനും വടകരയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ദയനീയമായി പരാജയപ്പെടുന്നുള്ളൊരു വസ്തുത മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയൊരു ഗൂഢാലോചനയാണോ ഈ ബോംബ് പൊട്ടലിന്റെ പിന്നിൽ എന്നുള്ള ഒരു ന്യായമായിട്ട് സംശയിക്കാം. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഇവിടെ ഇപ്പൊ ബഹുമാനപ്പെട്ട DC പ്രസിഡന്റ് മാർട്ടിൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാമല്ലോ. നേരെ തിരിക്കാതെ റെജി ലൂക്കോസ്, പ്ലേറ്റ് നമ്മൾ അങ്ങ് നേരെ അപ്പുറത്തേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി മറന്നു പോകരുത്. കാരണം ഈ അറസ്റ്റിലായിട്ടുള്ള അതുലും സായൂജും ഈ ഷെബിൻലാലും അരുണും ഒക്കെ അവരുടെയൊക്കെ തന്നെ രാഷ്ട്രീയം എന്താണ്? അവരുടെ രാഷ്ട്രീയം എന്താണ് ശ്രീ റെജി ലൂക്കോസ്? അല്ല പ്രതീക്ഷ, അത് വളരെ വ്യക്തമല്ലേ. നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ CPMന്റെ തലയിലേക്ക് ചാർത്തുക. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതിന് നല്ല മാർക്കറ്റ് ഉണ്ടാവും. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കണ്ണൂരിലത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കിയുള്ളവരല്ലേ. ഈ 3 പേരിൽ ഒരാൾ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു DYFIയുടെ. അയാളെ 4 വർഷം മുമ്പ് തന്നെ DYFIയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ്. അവർ പുറത്താക്കിയിട്ട് പിന്നീട് ചേർന്നത് കോൺഗ്രസിലായിരുന്നോ? കോൺഗ്രസിന്റെ അംഗത്വം എടുത്തിട്ടുണ്ടോ അവർ? അതോ BJPയുടെ അംഗത്വം? ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ആർക്കും CPMന്റെ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന അവർ അനുഭാവികൾ എന്നുള്ള മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ മെമ്പർഷിപ്പാണോ ഒരു പ്രവർത്തകനെ അല്ലെങ്കിൽ CPMന്റെ അനുഭാവിയെ നിർണ്ണയിക്കുന്നത്? മെമ്പർഷിപ്പ് മാത്രമല്ലല്ലോ, മെമ്പർഷിപ്പ് എല്ലാവർക്കും കിട്ടുകയുമില്ലല്ലോ.
അപ്പോൾ ഞാൻ പറഞ്ഞ വാദഗതിയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പ്രവർത്തകർക്ക് എല്ലാവർക്കും മെമ്പർഷിപ്പ് ഉണ്ടോ? മെമ്പർഷിപ്പ് മാത്രമല്ല, ഇവരുടെ ഐഡന്റിറ്റി ഒക്കെ നോക്കണം. ഇവർ എല്ലാ ദിവസവും ഈ TP കേസുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ പരിശോധിക്കൂ, ആ കേസിലെ പ്രതികളുടെ പശ്ചാത്തലം നോക്കൂ. അപ്പോൾ ഈ CPM-ഉമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ഈ മെമ്പർഷിപ്പ് മാത്രം ഒരു ആധാരമായി താങ്കൾ പറയരുത്. അവിടെ തന്നെയാണ് പ്രതീക്ഷ ചെയ്ത് വളച്ചു കിട്ടുക എന്ന് പറഞ്ഞ വളരെ വിദഗ്ധമായ രീതിയിൽ. കാരണം TP ചന്ദ്രശേഖരന്റെ വധത്തിലെ പ്രതികളെല്ലാം CPM-കാരാണെന്നോളും അവരോടൊപ്പമാണ് ഇവരുടെ സമ്പർക്കം എന്നൊക്കെ വരുത്തി തീർക്കുമ്പോൾ ഈ പറയുന്ന സ്വാഭാവികമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നാടകമാണ്. TP ചന്ദ്രശേഖരന്റെ വധത്തിലെ പ്രതികൾക്ക് CPM-ആയിട്ട് ബന്ധമുണ്ടെന്ന് ഏതെങ്കിലും കോടതി തെളിഞ്ഞിട്ടുണ്ടോ? അതൊക്കെ നിങ്ങൾ ഈ മാധ്യമങ്ങള് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അന്നക്കാലത്തെ പോലീസിന് കൂടി ഉണ്ടാക്കിയെടുത്തൊരു നാടകമല്ലേ? അത് എത്രയോ കൃത്യമായിട്ട്. അതിനുശേഷം വടകര ജയിച്ചു വന്നു ആരാ? പിന്നീടല്ലേ അവിടെ KK ജയിച്ചു. അപ്പൊ അവിടുത്തെ നാട്ടുകാർക്ക് കൃത്യമായിട്ടില്ല. ഞാൻ ഒരു കാര്യത്തിൽ പറയട്ടെ, അതൊന്ന് പൂർത്തീകരിക്കാൻ സംഭവിക്കൂ. ഞാൻ ചോദിക്കട്ടെ, CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട എത്രയോ ആയിരക്കണക്കിന് മുൻ CPM-കാര് കേരളത്തിലുണ്ട്. പാർട്ടിയിൽ നടപടി സ്വീകരിച്ച് പുറത്താക്കിയവർ എത്രയോ ആയിരങ്ങളുണ്ട്. അവരെല്ലാം CPM-നോട് സ്നേഹിച്ച് നടക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് തന്നെ അറിയാവുന്ന പലരുമുണ്ട്. അവരെല്ലാം പാർട്ടിയുടെ ശത്രുക്കളായി മാറിക്കഴിഞ്ഞു. പക്ഷെ ഈ പാർട്ടിയുടെ ഒരു പ്രത്യേക തെറ്റ് കാണിച്ചാൽ അവർക്ക് ശാസനം കൊടുക്കും, അത് വീണ്ടും അത് ആവർത്തിക്കും. പിന്നീട് അവർ ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പരസ്യമായിട്ട് നിലപാടെടുക്കും. അതിനുള്ള ചങ്കൂറ്റവും ആർജവും സാമൂഹിക പ്രതിനിധിത്വം CPM-ന് മാത്രമേ ഉള്ളൂ. അത്രക്കാരെ കയ്യിലെടുത്ത് അത്രക്കാരെ വശീകരിച്ച് അത്രക്കാർക്ക് എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ നൽകി ബോംബ് നിർമ്മാണം ഉണ്ടാക്കി ഈ രീതിയിൽ ഒരു വാർത്ത സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ഞാനീ പറഞ്ഞ കണ്ണൂരെയും വടകരയിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഞാൻ മാർട്ടിൻ ജോർജ് വളരെ ഗുരുതരമായ ആരോപണമാണ് റെജി ലൂക്കോസ് ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ കൂടി നടത്തിയ ഒരു ഗൂഢാലോചന എന്നാണ് മറുപടി. ഇത് വളരെ പരിഹാസ്യകരമായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ആൾക്കാര് കോൺഗ്രസ്സുകാരാണോ? അല്ലല്ലോ. ആരും ഇതുവരെ കോൺഗ്രസ്സാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഇത് കൃത്യമായി CPM-കാർ തന്നെയാണ്. പിന്നെ ഇത്തരം വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം പയ്യാമ്പലത്ത് നിങ്ങൾ കണ്ടതാണ്. പയ്യാമ്പലത്ത് ഒരു സംഭവം നടന്നു. CPM-ന്റെ നേതാക്കന്മാരുടെ അടക്കം ചെയ്ത സ്ഥലത്ത് അവരുടെ സ്മാരകത്തിന് കരികോയിൽ ഒഴിച്ചൊരു സംഭവം ഉണ്ടായി. അപ്പോൾ തന്നെ CPM നേതാക്കന്മാരുടെ പ്രസ്താവന വന്നു. ആ പ്രസ്താവന നമ്മളവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ പിന്നിൽ അത് ചെയ്തിരിക്കുന്നത് അവിടെ ഭിക്ഷാടനം നടത്തുന്ന ഒരാളാണെന്ന്. പക്ഷേ അവരുടെ പിന്നിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും CPM-കാരാണ്. അത് കോൺഗ്രസിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ അത് തക്ക സമയത്ത് നമ്മൾ ഇടപെട്ടതുകൊണ്ട് അത് നടന്നില്ല. ഇത് CPM എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു ചരിത്രമാണിത്. എന്തെങ്കിലും ചെയ്തിട്ട് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ വേണ്ടി CPM എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വ്യക്തമായി. ഇതിനകത്തൊന്നും CPM-ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അവിടെ സന്ദർശനം നടത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പരിശോധിക്കണം. അത് നടത്തിയില്ല എങ്കിൽ ആ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിച്ചിട്ടില്ല എങ്കിൽ അവർ യാഥാർത്ഥ്യം വിളിച്ചു പറയും. അതാണ് ഇവിടുത്തെ വിഷയം. ശ്രീ മാർട്ടിൻ ജോർജ് മടങ്ങിയ പാർട്ടി ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ഈ പ്രതികളെയും ഈ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെയും തള്ളിപ്പറയുമ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട ഏരിയ കമ്മിറ്റി അംഗവും ഒരു ലോക്കൽ നേതാവും ആ വീട്ടിലെത്തി അനുശോചനം അറിയിക്കുന്നത്. അപ്പോൾ പാർട്ടി ഒരു വശത്തിലൂടെ കുലംകുത്തികളെന്ന് വിളിക്കുകയും മറുവശത്തോടുകൂടി ഇവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണോ? എന്ത് സന്ദേശമാണ് CPM നൽകുന്നത്? ശ്രീ പി ജയരാജൻ. അതായത് ഈ മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങള് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് നുണയും പ്രചരിപ്പിക്കുക, അതാണ് ഇപ്പോഴും കാണുന്നത്. ഇവിടെ ഈ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുളിയാത്തോട് നടന്നിട്ടുള്ള സ്ഫോടനം സംബന്ധിച്ച് CPIM എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, ഈ സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയവരൊന്നും CPM പ്രവർത്തകരല്ല. നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ ആവർത്തിച്ചു കൊടുക്കുന്നത് CPM പ്രവർത്തകരാണ് എന്നാണ്. ശ്രീ പി ജയരാജൻ, അങ്ങ് തുടക്കത്തിലെ മാധ്യമങ്ങളെ വിമർശിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് മുഖമടച്ച് മാധ്യമങ്ങളോട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടേണ്ടി വരുന്നത്. ദയവായി അങ്ങ് ഒരു കാര്യം പറയണം. ഈ പറയുന്ന ആളുകൾ പിന്നീട് ഏതെങ്കിലും രാഷ്ട്രീയ അല്ലല്ല ഞാൻ ഇടപെട്ടത് ദയവായി അങ്ങ് ക്ഷമിക്കുക. അങ്ങ് മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് ഇടപെട്ടത്. നിങ്ങളെ ആക്ഷേപിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് എന്തിനാ കൊള്ളുന്നത്? ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിച്ചിട്ട് എന്തെല്ലാം വാർത്ത കൊടുക്കുന്നുണ്ട്.
പറയുന്നത് കേൾക്കൂ. അതായത് പറഞ്ഞോളൂ. അവര് CPM അവരുടെ കേൾക്കൂ, കേട്ടിട്ട് പറയൂ. നിങ്ങളെ ഈ ഭീഷണിക്ക് മുമ്പിലൊന്നും വഴങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ആ സ്ഫോടനത്തിൽ പരിക്കേറ്റവര് മുമ്പ് CPM പ്രവർത്തകന്മാരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. അന്ന് CPIM അവരെ പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ്. അവര് എവിടെയോ പോയിട്ട് ബോംബുണ്ടാക്കിയതിന് CPM മറുപടി പറയേണ്ട ആവശ്യം എന്താണ്? ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ബോംബ് സ്ഫോടനം നടന്നത്. CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ബോംബുണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ഞങ്ങളെ ആ ബോംബുണ്ടാക്കുന്നു എന്ന് ആക്ഷേപിക്കുന്ന കോൺഗ്രസ് പണ്ട് ബോംബുണ്ടാക്കിയിട്ടുണ്ട്. താങ്കൾക്ക് ഓർമ്മയുണ്ടോ? DCC ഓഫീസിൽ കണ്ണൂര് 3 തരം ബോംബുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചവരാണ് ഇപ്പൊ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. അതുപോലെ RSSകാര് ബോംബുണ്ടാക്കുന്ന അവസരത്തിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ തന്നെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, RSSകാരായിട്ടുള്ള ആളുകൾ. ഇവിടെ CPM-ഉമായിട്ട് ഒരു പി ജയരാജൻ, ബഹുമാനത്തോടുകൂടി ഞാൻ അങ്ങയുടെ അനുവാദത്തോടുകൂടി ഇടപെടേ ഒറ്റ കാര്യം പറയാം. നമുക്ക് അതിനെല്ലാം അപലപിച്ചിട്ടുണ്ട്, അതാ സമയങ്ങൾ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കൊലപാതകികളെന്നും അല്ലെങ്കിൽ അങ്ങനെ മുദ്രകുത്തി നമ്മൾ അവരെ തള്ളിപ്പറയുന്ന ആളുകളുടെ വീട്ടിലേക്ക് 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ഒരാൾ ഏരിയ കമ്മിറ്റി അംഗം, ഒരു ലോക്കൽ നേതാവ്, അവർ അവിടേക്ക് ചെല്ലുമ്പോഴുണ്ടാകുന്ന നൽകുന്ന സന്ദേശം എന്താണ്? അതാണ് എൻ്റെ ചോദ്യം ആദ്യമായി. നിങ്ങൾ പറയുന്ന ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും അങ്ങോട്ട് പോയില്ല എന്നുള്ള വസ്തുതയാണ് നിങ്ങൾ മറച്ചു വെക്കുന്നത്. അവിടെ ആ മേഖലയിലുള്ള CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള ഒട്ടേറെ സഖാക്കളുണ്ട്. അവരാരും അങ്ങോട്ട് പോയില്ലല്ലോ. ഇന്നത്തെ നിങ്ങളുടെ മാതൃഭൂമി ചാനലാണല്ലോ, മാതൃഭൂമി പത്രത്തിലെ വാർത്ത ഞാൻ വായിച്ചു തരണോ? ഇന്നത് പത്രം കൊടുത്തത് പ്രാദേശിക പാർട്ടി പ്രവർത്തകന്മാരാരും അവിടെ പോയില്ല, ആദരാഞ്ജലി അർപ്പിച്ചില്ല. അവിടെ പോയത് കൂത്തുപറമ്പ് MLA ശ്രീ KP മോഹനൻ മാത്രമാണ് എന്ന് നിങ്ങളുടെ പത്രം വാർത്ത കൊടുത്തിട്ടുണ്ട്. അതാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അങ്ങ് കണ്ണടച്ചിട്ടാക്കരുത് ശ്രീ പി ജയരാജൻ. 2 പേര് പോയിട്ടുണ്ട്. ആ 2 പേര് പോയിട്ടുള്ളത് പാർട്ടി അറിവോടെയാണോ? 2 പേര് പോയതല്ലേ നിങ്ങൾ പറയുന്നത്? അതേസമയം ഒട്ടേറെ ഡസൻ കണക്കിന് നേതാക്കന്മാർ പോകാനുള്ള മേഖലയാണല്ലോ ഇത്. അവിടെ എന്താ മറ്റുള്ളവർ പോകാതിരുന്നത്? അപ്പോ പോയ ആളുകൾ അവിടെ പോകുന്നതിന് യാതൊരു വിലക്കും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരു മരിച്ച വീടാണ്. മരിച്ചവർ നടത്തിയിട്ടുള്ള കൃത്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ആ മരിച്ചവർക്ക് രക്ഷിതാക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതുപോലെയുള്ള കുടുംബാംഗങ്ങളുണ്ട്. അവരുമായി ബന്ധമുള്ളവരോ, അത് കുടുംബ ബന്ധമാവാം, സൗഹൃദ ബന്ധമാവാം, അങ്ങനെയുള്ള ആരെങ്കിലും ആ വീട്ടിൽ പോകുന്നതിന് ഞങ്ങൾ വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതാണ് ശ്രീ പി ജയരാജൻ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന ഒരു ഘട്ടമാണ്, തിരഞ്ഞെടുപ്പാണ് എന്ന് പോലും ഓർക്കാതെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ പോകുന്നെങ്കിൽ ആ കൊല്ലപ്പെട്ട ആൾക്കും അവിടുത്തെ ആ നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ആത്മബന്ധം അതുകൂടി ഊട്ടിയുറപ്പിക്കുന്നതല്ലേ എന്നൊരു പ്രസക്ത ചോദ്യമുണ്ട്. അത് പ്രസക്തമല്ലേ? അവിടെ പാനൂർ ഏരിയയിലാണ് ഇത് വരുന്നത്. പാനൂർ ഏരിയ സെക്രട്ടറി അവിടെ പോയിട്ടുണ്ടോ? എന്താ പോയിട്ടില്ല എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കാത്തത്? അവിടെയാണ് നിങ്ങളുടെ കാപട്യം. അവിടെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ അവിടെ ഏരിയ കമ്മിറ്റി മെമ്പർമാരുണ്ട്, ഏരിയ കമ്മിറ്റി നേതാക്കന്മാരുണ്ട്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും നേതാവ് അവിടെ പോയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് വാർത്ത കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ മാധ്യമ ധർമ്മം നിർവഹിക്കണം. അവര് പോയി എന്ന് പറഞ്ഞിട്ടില്ല ശ്രീ പി ജയരാജൻ. അവര് പോയി എന്ന് പറഞ്ഞിട്ടില്ല. പോകാത്തവരെ കുറിച്ച് നമ്മൾ പറയുന്നതിന്റെ അർത്ഥമില്ലല്ലോ. ഇത് പോയവരെ കുറിച്ചാണ് ചോദ്യം. ആ ഗ്രാമപഞ്ചായത്തിലെ ഒരു നേതാവും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോ ബന്ധുത്വത്തിന്റെ പേരിലോ സൗഹൃദത്തിന്റെ പേരിലോ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ പി ജയരാജൻ, ഒരു കാര്യം, CPM ഓഫീസ് ആക്രമിച്ചവർ, CPM പ്രവർത്തകരെ ആക്രമിച്ചവർ, അങ്ങനെയുള്ള ഒരു ക്രിമിനലിന്റെ, നിങ്ങൾ പറയുന്നത് പോലെ കൊടും ക്രിമിനലുകൾ, കുലംകുത്തികൾ, ആ വീട്ടിലേക്ക് 2 പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഉത്തരവാദിത്തം എന്നെക്കാളും അങ്ങേക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ലോക്കൽ നേതാവിന്റെ ഉത്തരവാദിത്തം, പാർട്ടിയോടുള്ള ആ ബന്ധം അത് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ആ 2 പേർ എങ്ങനെ പോകും? അവർക്ക് എങ്ങനെ മനസ്സ് വരും? അല്ല, ഞാൻ പറയുന്നത് ഒരു മരിച്ച വീട്ട് സന്ദർശിച്ചുകൊണ്ട് ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ, മരണമാണല്ലോ നടന്നത്, അവര് നടത്തിയ കൃത്യമല്ല അവിടെ വിചാരണ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ വ്യക്തിപരമായിട്ട് പരിചയമുള്ളവരോ അതല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന്റെ ഭാഗമായിട്ടോ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വിലക്കിയിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുക, ഞങ്ങൾ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു, ഒരു മരിച്ച വീട്ടിൽ പോലും ബന്ധുക്കൾക്ക് പോകാൻ CPM അനുവാദം കൊടുക്കുന്നില്ല എന്ന നിലക്കാണ് നിങ്ങൾ വാർത്ത കൊടുക്കുക. അതായത് ഈ പാർട്ടിയുടെ അറിവോടുകൂടിയാണ് 2 പേരും പോയത്. പാർട്ടി അതിന് സമ്മതം നൽകുന്നുണ്ട് എന്നാണോ? നിങ്ങളുടെ കാപട്യം ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്.
അതല്ല ഞാൻ പറഞ്ഞത്, ഈ രണ്ടുപേർക്കും അങ്ങനെയെങ്കിൽ ഒരു തരത്തിൽ പാർട്ടി അതിനെ സമ്മതിക്കുന്നു. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ്. പി ജയരാജൻ വിലക്കില്ല എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരും പോയത് ശരിവെക്കുകയാണ്. ഒരു മരിച്ച വീട്ടിൽ പോകുന്നതിന് ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാരാരും അവിടെ പോയിട്ടില്ല എന്നത് നിങ്ങളുടെ പത്രം തന്നെ ഇന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പ്രേക്ഷകരോട് പറയൂ. അപ്പോഴാണ് നിങ്ങൾ കാപട്യമില്ലാതെ മാധ്യമധർമ്മമാണ് നിർവഹിക്കുക എന്ന് തോന്നുക. ശ്രീ പി ജയരാജൻ, അങ്ങ് മുതിർന്ന നേതാവാണ്. അങ്ങ് വീണ്ടും മാധ്യമങ്ങളുടെ കാപട്യത്തെ കുറിച്ച് മാത്രം പറയുന്നതുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത്. കാരണം ഇവരാരും അല്ല, ഇവര് ഈ പറയുന്ന അരുണ്, ഈ പീയൂഷ്, അരുണ്, ഈ ഷെബിൻ ലാല്, ഈ അറസ്റ്റിലായവർക്ക് ആർക്കും ഒരു ബന്ധമേ CPM-നോട് ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്? നിങ്ങളെ മാതൃഭൂമി പത്രം കൊടുത്ത വാർത്തയെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയാത്തത്? ശ്രീ പി ജയരാജൻ മാതൃഭൂമി കൊടുത്തത് ഇന്നലത്തെ വാർത്ത. MLA ജനപ്രതിനിധി അദ്ദേഹം പോയി, പ്രാദേശിക നേതാക്കന്മാരാരും പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് വരുന്ന വാർത്തയാണ്, പിന്നീട് വരുന്ന ചിത്രമാണ്, പിന്നീട് വരുന്ന വാർത്തയാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പോയി എന്ന്. അപ്പോൾ ഈ കോണ്ടസ്റ്റിൽ നമുക്ക് ഈ വിഷയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. താങ്കൾ മാതൃഭൂമി പത്രം ഇന്ന് രാവിലെ ഇറങ്ങിയ പത്രത്തെ കുറിച്ചല്ല പറയേണ്ടത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ അങ്ങോട്ട് പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. ഇല്ല, ശ്രീ പി ജയരാജൻ, ഒറ്റ കാര്യം, ഇവർക്കെതിരെ, ഈ പോയവർക്കെതിരെ എന്തെങ്കിലും നടപടിയോ മറ്റോ? കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാര്യത്തിൽ അറിയിക്കുന്നില്ല. പക്ഷേ ഈ ഏരിയ സെക്രട്ടറി, പാനൂർ ഏരിയ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് തെറ്റായ സന്ദേശമാണ് എന്ന് തള്ളി പറയുന്നുണ്ട്. താങ്കൾ ഇവരെ തള്ളി പറയുന്നുണ്ടോ? അതിന്റെ സാഹചര്യമുണ്ടോ? അല്ല, ഞങ്ങൾ അങ്ങനെ വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലല്ലേ അത് അത്തരത്തിലൊരു നിലപാട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും അവർ നേരത്തെ DYFI പ്രവർത്തകരാണ്, ആ രീതിയിലാണ് വാർത്ത നൽകിയതും. അതിന്റെ ഒരു യുക്തിയില്ലായ്മയെ അല്ലെങ്കിൽ യുക്തിയെക്കുറിച്ച് താങ്കൾ ചോദ്യം ചെയ്ത് അതിൽ മാത്രം പിടിച്ച് നിൽക്കരുത്. എന്തായാലും പി ജയരാജൻ ഒറ്റ കാര്യം, ഈ ബോംബ് എന്തിനു വേണ്ടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? ദുരുപയോഗം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? പി ജയരാജൻ ഒറ്റ കാര്യം, ഈ ബോംബ് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിരുന്നത്? ആരുണ്ടാക്കിയാലും അത് അവരോട് ചോദിക്കണം. പരിക്ക് പറ്റിയവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അവരോട് ചോദിക്കണം. CPM-നോട് ചോദിച്ചാൽ മറുപടി കിട്ടില്ല. കാരണം CPM-ന് ഇത്തരം ആളുകളെ ഉപയോഗിച്ച് ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ശരി, വളരെ നന്ദി ശ്രീ പി ജയരാജൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ മാർട്ടിൻ ജോർജ്, താങ്കൾ കേട്ടുവല്ലോ പി ജയരാജന്റെ പ്രതികരണങ്ങൾ. ഖണ്ഡിക്കാനുണ്ടെങ്കിൽ ഈ സന്ദർശനം നടത്തിയത് CPM-ന്റെ നേതാക്കന്മാരുടെ അറിവോട് തന്നെയാണ്. ഈ ബോംബ് നിർമ്മാണം നടത്തിയിരിക്കുന്നതും CPM-ന്റെ ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ്. അതിന് യാതൊരുവിധ സംശയവുമില്ല. അവിടെ വീട് സന്ദർശിച്ചിട്ടില്ല എങ്കിൽ ഈ സംഭവം എങ്ങനെയാണ്, ആരാണ് ഈ ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് ഈ പ്രതികൾ കൃത്യമായി പറയും. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് തന്നെയാണ് ആ വീട്ടിൽ ഇവരുടെ നേതൃത്വം പറഞ്ഞു വിട്ടത് തന്നെയാണ് ആ വീട്ടിൽ സന്ദർശനത്തിന് ഈ പറഞ്ഞ രണ്ട് നേതാക്കന്മാർ അവിടെ പോയിരിക്കുന്നത്. ഒരു സംശയമില്ല. ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മൻസൂർ എന്ന് പറയുന്ന ഒരു യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ ബോംബെറിഞ്ഞ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, അഷ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഇന്ന് ഡോക്ടറായിട്ടുണ്ട്. ആ പെൺകുട്ടി ആ ഒരു ഇലക്ഷൻ്റെ സമയത്താണ്. അവിടെ ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം അവിടെ നടക്കുകയാണ്. ഇതും ഈ കണ്ണൂർ ജില്ലയിൽ എല്ലാ സീറ്റുകളും, കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ 20 പറയുന്നു. പി ജയരാജൻ മുൻ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ മുതിർന്ന നേതാവ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം തള്ളിപ്പറയുന്നു ഈ പ്രതികളെ. പിന്നെ നമ്മൾ ഏത് ലൈനിൽ, പിന്നെ ആരാണ് ഈ ബോംബുണ്ടാക്കിയെന്ന ചോദ്യത്തിന് ഉത്തരം എങ്ങനെ ഉണ്ടാകും? അത് തള്ളിപ്പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. CPM എവിടെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ട് ഞങ്ങളാണ് പ്രതികളെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പ്രതികളല്ല, അവരൊക്കെ തന്നെ CPM-കാരല്ല എന്നാണല്ലോ പറയുന്നത്. അതിനുശേഷമാണല്ലോ അവരെയൊക്കെ കേസിൽ നിന്നും ഊരിയെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കോടികളാണ് ചെലവാക്കുന്നത് ഇത്തരം ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇത് CPM സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴല്ല. എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഘാതകരെ അവരല്ല ഘാതകരെന്ന് പറയുകയും CPM അല്ല എന്ന് പറയുകയും ആ പ്രതികളുടെ ഭാര്യമാർക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ജോലി കൊടുത്ത് അവരെ ആ തെറ്റിന്, ആ ചെയ്ത കൊലപാതകത്തിന് സംരക്ഷണം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
എവിടെയാണ് CPM ഈ ന്യായത്തിന് കൂടെ നിന്നിരിക്കുന്നത്? CPM എപ്പോഴും കൊലപാതകികളുടെ കൂടെയും ബോംബ് നിർമ്മാണക്കാരുടെ കൂടെ തന്നെയാണ്. സ്ഥിരമായി ബോംബ് നിർമ്മാണം ഇത് ഈ ഇലക്ഷന്റെ സ്ഥലമായാണ്. ഇവിടെ നേരത്തെ ഒരാൾ അവസാനമായി എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഉത്തരം മുട്ടുന്നുണ്ടോ? വല്ലാത്തൊരു വിഷമാവസ്ഥയിലേക്ക് CPM നേതൃത്വം എത്തപ്പെടുന്നുണ്ടോ? അല്ല, ഉത്തരം മുട്ടാൻ പോകുന്ന ഇവിടുത്തെ ചില മാധ്യമങ്ങൾക്കാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. എവിടെയെങ്കിലും കൊലപാതകങ്ങളോ ബോംബ് സ്ഫോടനമോ ഉണ്ടായാൽ അത് CPM-ന് തലക്കി വെക്കുക. CPM-ആയിട്ട് വിദൂര ബന്ധം പോലും ഇല്ലാത്ത പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയുടെ ഓഫീസിനെ ആക്രമിക്കുകയും ചെയ്തവരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടായി പരിക്കേൽപ്പിച്ചു. എങ്ങനെയാണ് CPM-ന്റെ മുകളിലേക്ക് തലയാർത്തത് അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാന്നുള്ള റിസർച്ച് നടത്ത മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ മറുപടി പറയുന്നുണ്ട്. അവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കന്മാർ കുറെ പേര് ഈ മരിച്ച അവസാന ക്രിയയിൽ പങ്കെടുത്തതായിട്ടാണ് അറിവിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കണ്ണൂർ വടകര നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ഭീകരമായ തോൽവിയിൽ ഭയന്നുകൊണ്ട് അവരിങ്ങനെ ഒരു ബോംബ് കഥ ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ ബോംബാക്രമണത്തിൽ പരിക്കേറ്റവരെ ഇതിനു വേണ്ടിയിട്ട് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? CPM-ന്റെ തലയ്ക്ക് വെച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് വളരെ ഗൗരവമായിട്ട് പോലീസ് അന്വേഷിക്കണം. പോലീസ് അവിടെ വലിയ രീതിയിൽ തന്നെ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അലന്റെയൊക്കെ പേരിൽ UAP ചുമത്തിയ കേസ് കണ്ടതാണ്. അപ്പോൾ അത്രയും പോലും ഗൗരവത്തോടുകൂടി അന്വേഷണ സംഘം കാണുന്നുമില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ശ്രീ റെജി ലൂക്കോസ്, അല്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. പാനൂർ, കണ്ണൂര്, തലശ്ശേരി, പാനൂര്, വടകര, പിന്നെ നാദാപുരം മേഖലകളിൽ വ്യാപകമായ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചാർത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ചാർത്തും, യാതൊരു തർക്കമല്ല കാര്യത്തിൽ. ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിൽ പലതും സംഭവിക്കും. അതിലൊന്നാണ് ഈ ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് CPM-നെ കരുവാക്കാൻ വേണ്ടിയിട്ട് കുറെ മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടുന്നുള്ള ധാരണയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നാടകമാണ്, ഗൂഢാലോചനയാണെന്ന് പറയുന്നത് യാതൊരു തർക്കമില്ല. ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം മാർട്ടിൻ ജോർജ് DCC അധ്യക്ഷൻ, ഒപ്പം ടെലിഫോണിൽ പ്രതികരിച്ച P. ജയരാജൻ നന്ദി അറിയിക്കുകയാണ്.